ഇന്ന് നമുക്ക് 2 കീ ചെയിൻ പാക്ക് ചെയ്യുന്നത് കാണാം. 2 കീ ചെയിനിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഒന്നൊരു ചെറിയ മോളുടെ ആണ്. അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അവളും ഹസ്ബൻഡും കൂടിയുള്ള ഫോട്ടോയാണ് പ്രിൻ്റ് എടുത്തത്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. ഗോൾഡൻ കളർ ചെയിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നുമല്ല കാര്യം, ഇതെങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് അയച്ചത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഡ്രസ്സിൻ്റെ കീ ചെയിൻ തന്നെ നല്ല ചിലവുള്ളതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് ചിലവാക്കലൊന്നുമില്ല. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാണ് ചെയ്യൽ. അത്യാവശ്യം കട്ടിയുള്ള 2 വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 3 ഭാഗവും ഞാൻ ചോക്ലേറ്റ് സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ഭാഗത്ത് ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നോക്കാം. ആ ഹോളിലൂടെ ഈ ചെയിനൊന്നും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സ്റ്റെക്കായി നിന്നോളൂ, എങ്ങോട്ടും പോകുമൊന്നുമില്ല. നമ്മൾ തൊട്ട് കഴിഞ്ഞാലേ പോവുള്ളൂ. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു പാക്കറ്റാണ്. ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്ന പീടികയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ ഇത് നമുക്ക് കിട്ടും. കുറഞ്ഞ രൂപയേ ഉള്ളൂ ഇതിന്. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെലോ ടാപ്പാണ്. ഇത് ആ പാക്കറ്റിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം ഒരു സെലോ ടാപ്പ് വെച്ച് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കാരണം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ വിസിബിൾ ആണ് കീ ചെയിൻ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പാക്കേജ് എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് 2ൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്